ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു സൺഡേ വ്ളോഗാണ്, അടിപൊളി സൺഡേ വ്ളോഗ് കേട്ടോ. അപ്പോൾ അതാ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നല്ല പുളിയുള്ള തൈര്, നല്ല അധികം പുളിയായിട്ടുണ്ടെങ്കിൽ തൈര് നമുക്ക് അത്ര അങ്ങോട്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിലിതാ കുറച്ച് പച്ചമുളക് കുറച്ച് കീറുക, അല്ലെങ്കിൽ വെറുതെ ഒരു കുത്ത് ഇടുക. ഞാൻ ഇത്തിരി നീളത്തിൽ കയറും കേട്ടോ, എന്ന് വെച്ചാൽ നിറയെ അതിൻ്റെ ഉള്ളിൽ തൈര് എത്തിക്കാനായിട്ട്. എന്നിട്ട് അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു രാത്രി അവിടെ ഇരിക്കട്ടെ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം സൺഡേയിൽ രാവിലെ എഴുന്നേറ്റ്, സൺഡേ മാത്രമല്ല എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് തലമുടിയൊക്കെ ഒന്ന് കെട്ടി ബ്രഷയിലും അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ അടുക്കളയിലേക്ക് വരിക. അപ്പോഴേക്കും ചേട്ടൻ ചോറ് വാർത്ത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ചായ വയ്ക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാൻ ചേർത്ത് വയ്ക്കും. മുതിര ഞാൻ അടുപ്പത്ത് വെച്ചു. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഈ ആഴ്ചയിലേക്ക് വേണ്ട വ്ളോഗിൻ്റെ ഒരു പ്ലാനിങ് ചെറുതായിട്ട് ചെയ്താലാണ് നമുക്ക് ഏകദേശമൊക്കെ ഒന്ന് പറ്റുള്ളൂ. അല്ലെങ്കിൽ സംഭവിക്കുന്നതൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ചെറിയൊരു എന്തൊക്കെ റെസിപ്പികളൊക്കെ കാണിക്കണം എന്നൊക്കെ ഉള്ളൊരു ചെറിയൊരു പ്ലാനിങ് ഒക്കെ വേണം കേട്ടോ. അപ്പോൾ അത് ഈ ആഴ്ചക്കുള്ളത് എഴുതിയിട്ടാണ് ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലേക്ക് പോകുന്നത്. ചേട്ടൻ എന്താ അവിടെ കുറച്ചൊക്കെ നന തുടങ്ങിയിട്ടുണ്ട്. ശ്രീകൂട്ട എഴുന്നേറ്റ് വന്നത് കട്ടൻ ചായ കുടിക്കുന്നത്. പിന്നെ മുതിര ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ രാവിലത്തെ വലിയൊരു പണിയില്ലല്ലോ, തിക്കും തിരക്കടിച്ച് അങ്ങോട്ട് ജോലി തുടങ്ങണ്ട. ചോറ് തലേദിവസം തന്നെ റെഡിയാക്കി വയ്ക്കും. പിന്നെ ശ്രീകുട്ടൻ്റെ കോളേജ് കഴിഞ്ഞു. സ്കൂളെന്ന് പറഞ്ഞാൽ അവൻ എന്നെ കൊല്ലും. കോളേജൊക്കെ കഴിഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു മെമ്മറീസ് ഒരു 5 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഞങ്ങൾക്കൊക്കെ കാട്ടി തന്ന് അതിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കാലത്ത് ഫുഡ് കഴിഞ്ഞിട്ടാണ് ആയിരിക്കുന്നത് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പോന്നു. പിന്നെ ഞാൻ ചേട്ടനോട് നമുക്ക് മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ മാങ്ങ പൊട്ടിക്കുക. കുറേ ദിവസമായി മാങ്ങ പൊട്ടിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു 5-6 മാങ്ങ പൊട്ടിച്ചാൽ മതി നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മുടെ പൂക്കൾ ഇങ്ങനെ എന്താ പറയുക, അടിയിൽ മണ്ണിലാണ്ട് ചെരിഞ്ഞ് വീണതാണ്. പക്ഷെ അത് നല്ല ഭംഗിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ. നിറയെ വാങ്ങിയിട്ട് അപ്പോൾ അതെങ്ങനെ പൊട്ടിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ നമ്മുടെ കണ്ടപ്പനും വരും. അങ്ങനെ ആ ചേട്ടാ കിണറിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് പൊട്ടിക്കാനുള്ള ഒറ്റ തട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോരും. പിന്നെ ഇപ്പോൾ ചതഞ്ഞാലൊന്നും കുഴപ്പമില്ല, താഴ്ത്ത് വീണ് പുല്ലിൽ വീഴുമ്പോൾ അത്ര ചതയില്ല. എന്നാലും ചിലപ്പോൾ മാങ്ങ പൊട്ടുമൊക്കെ ചെയ്യും കേട്ടോ. ഒറ്റ അടി അടിക്കുമ്പോൾ ഒറ്റ വീഴില്ല. അങ്ങനെ അടിച്ച് താഴത്തേക്ക് ഇട്ടും. അങ്ങനെ അതെടുത്ത് ഞങ്ങളങ്ങനെ അച്ചാതെ കണ്ടപ്പം വന്ന് അടുത്ത് തന്നെ നോക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യം അത് എത്തുന്നുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടാ അപ്പുറത്തുനിന്ന് ഒരു തോട്ടിയൊക്കെ വാങ്ങിച്ചു വന്നിട്ട് ആദ്യം 2 മാങ്ങ കിട്ടി. പിന്നെ കിട്ടാനിത്തിരി ബുദ്ധിമുട്ടിയിട്ട് അപ്പുറത്തുനിന്ന് തോട്ടിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ ഒരു 5-6 മാങ്ങ പൊട്ടിച്ച് ഇനി അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തേക്കൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയും ചെയ്യാം, ഇതൊക്കെ അരിഞ്ഞൊന്ന് വർത്താനം പറഞ്ഞിട്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനൊന്ന് കഴുകി തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഒട്ടും വെള്ളം ഉണ്ടാവാണ്ടിരുന്നാലാണ് നമുക്ക് വിനാഗിരിയൊക്കെ ഒഴിക്കാണ്ടുള്ള അച്ചാർ ഉണ്ടാക്കാൻ പറ്റുക. കുറേ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിപ്പോൾ ഇടുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഒരു ഉപകാരമാവുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അച്ചാർ ഉണ്ടാക്കാൻ കുറേ ആൾക്കാർക്ക് ഇപ്പോൾ അറിയാം, എന്നാലും അറിയാത്തവരും ഉണ്ടാവില്ല. അപ്പം ഞാൻ എൻ്റെ രീതി കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ അത് തോലോട് കൂടി തന്നെ അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം മാത്രം കളഞ്ഞു ഞാൻ. എന്നിട്ട് തോലോട് കൂടി തന്നെ ചെത്തി ഒരു ചതുര കഷ്ണം ആദ്യം ഉലുവമാങ്ങ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്തത്. പിന്നെ ഞാനതിൽ ഏറെക്കുറെ ഐറ്റംസൊക്കെ ചേർത്ത് കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഞാൻ മാങ്ങ ചെത്തുന്നു. അവരൊക്കെ ശ്രീകുട്ട ഈ ഫോൺ നോക്കി സ്കൂളിലെ കാര്യങ്ങൾ കോളേജിലെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആദ്യത്തിൻ്റെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അവൻ കുറച്ചധികം സമയം പിടിക്കും. ഞങ്ങളുടെയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിവിടെ വർത്താനത്തിന് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പിന്നാലെ ആദ്യത്തെ മുക്കിലിരിക്കുന്നുണ്ട് കേട്ടോ. വർത്താനം കേൾക്കുന്നുണ്ടാവും കൂട്ടുകാർ. അങ്ങനെ അതൊക്കെ അരിഞ്ഞെടുത്തു. അപ്പോൾ എല്ലാവർക്കും ഒന്ന് റിലാക്സ് ആയല്ലോ സൺഡേയിൽ എഴുന്നേറ്റിട്ട്. പിന്നെ നിറയെ കല്ലുപ്പാണ് കേട്ടോ അച്ചാറിൽ കൂടുതൽ ഇടേണ്ടത്. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വേറെ വെള്ളം അങ്ങനെ ഒന്നും ഇല്ലാണ്ട് നിറയെ കല്ലുപ്പ് ഇട്ടുങ്ങാണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത്. പിന്നെ ഞാൻ തലേദിവസത്തെ നമ്മൾ ഇത് കൊണ്ടാട്ടമുളക് ഉണ്ടാക്കാമെന്ന് പറയില്ലേ, അപ്പോൾ ഇതേപോലെ ഈ മോര് ഈ പ്ലേറ്റിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ ഒട്ടും ഒരു രാത്രിയല്ലേ വെച്ചിട്ടുള്ളൂ, അത് കാരണം കൊണ്ട് അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ അത് വെയിലത്തേക്ക് വയ്ക്കുക. പിറ്റേ ദിവസം വീണ്ടും അത് നമ്മൾ തൈരിൽ തന്നെ കൊണ്ടിടുക വെയിലത്ത്. അങ്ങനെ മിനിമം ഏറ്റവും കുറഞ്ഞത് 5 ദിവസമെങ്കിലും അങ്ങനെ തൈരിൽ ഇടണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉണക്കുക. ദിവസവും നന്നായിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള ഇത് കിട്ടും, കൊണ്ടാട്ടം കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് കായക്കൊല നോക്കാൻ വന്നു. കായ പഴുത്തു എന്ന് പറഞ്ഞിട്ട് ഷൂട്ട് ചെയ്യാൻ വരാൻ പറഞ്ഞു. പാപ്പരെ കൊണ്ട് സൊയിരിലിടി.
അപ്പോൾ ചേട്ടൻ്റെ അവിടുത്തെ കായ കൊലച്ചതാണ് കേട്ടോ, നമ്മുടെ അവിടുത്തെ അല്ല, അത് പഴുത്തിട്ടുണ്ട്. അപ്പോൾ ക്രാവിനെ വിളിച്ച് പറഞ്ഞതാണ് കേട്ടോ. ചേട്ടൻ്റെ മക്കളൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടൊക്കെ ഉണ്ട്, കുറേ നമ്മുടെ വീട്ടിലൊക്കെ വന്ന് നിന്നപ്പോഴൊക്കെ ആ വ്ളോഗിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ട് പറഞ്ഞതാണ്. എല്ലാവരും ചേട്ടൻ്റെവരും എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ അലക്കിടലൊക്കെ കഴിഞ്ഞപ്പോൾ ഈ മെഷീൻ ഒന്ന് ശരിയാക്കി തരാൻ പറഞ്ഞു, എനിക്ക് വല്ലതൊക്കെ ഒന്ന് തയ്ക്കാനായിട്ടെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഓയിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഇട്ടതാണ്. പക്ഷെ 2 ദിവസമായിട്ട് ഇപ്പോഴും അതവിടെ കിടക്കുക തന്നെയാണ് കേട്ടോ, ശരിയാക്കി തന്നിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് ഇപ്പോൾ എന്താ പറയുക, ഞായറാഴ്ചയല്ലേ വീഡിയോ എടുത്ത, ബുധനാഴ്ചയല്ലേ ഈ വീഡിയോ വരുന്നത്. ഇപ്പോഴും മെഷീനൊക്കെ അവിടെ തന്നെ കിടപ്പാണ്. ഒന്ന് തുടച്ചിട്ടുണ്ട്, കുറച്ച് ഓയിൽ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ പിന്നെ തലേദിവസത്തെ തുണികൾ കുറച്ച് മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെച്ച് പിന്നെ ഒന്ന് അടിച്ച് വാരി. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ച് വാരി തുടച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട് അത്യാവശ്യം ഒന്ന് ക്ലീനായി. അപ്പോൾ ആ തുടക്കിനോടൊപ്പം തന്നെ ഞാനൊന്ന് മാറാലിയും കൂടി അടിക്കും കേട്ടോ. അപ്പോൾ അതാ ഈ ഫ്രണ്ടിൽ നിറയെ പല്ലിയാണ് കേട്ടോ, നിറയെ പല്ലിക്കാട്ടുണ്ടാവും. അപ്പോൾ ശ്രീകുട്ടൻ പറയും നമ്മുടെ കണ്ടപ്പനെ ഒന്ന് മുകളിലേക്ക് കയറ്റി വിടാൻ പറ്റിയെങ്കിൽ ആ കല്ലിനൊക്കെയും പിടിച്ചാനേന്ന്. അപ്പോൾ അതാ നമ്മുടെ മാറാലക്കോല് ഇവിടേക്ക് എത്താനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ നമുക്ക്. അപ്പോൾ ഇത് നല്ല നീളമുണ്ട്, നീളത്തിൽ അത്യാവശ്യം വളയാനും തിരിയാനും ഒക്കെ പറ്റുകയും ചെയ്യും. നല്ല അടിപൊളി മാറാലക്കോലാണ് കേട്ടോ. അവിടെ നമ്മൾ അടിച്ച് വാരുമ്പോൾ എല്ലാ ദിവസമല്ല, മാസത്തിലൊരു പ്രാവശ്യമെങ്കിലും അടിച്ച് വാരുമ്പോൾ അതാ ഇതുപോലെ ഒന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ ചുമരുമൊക്കെ ഒന്ന് കാട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നന്നായിട്ട് മാറാല പോവും. ടെറസ് വീട്ടിൽ മാറാല വരും, പക്ഷേ പെട്ടെന്ന് തട്ടിയാലും പോവും. അത് കാരണം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ജനലുകളും ഒപ്പം തട്ടും കേട്ടോ. അതിൽ മുട്ടയിട്ട് കുഞ്ഞുങ്ങളൊക്കെ പോയി. കുറെ നാളെ ഇത് ചെറുതായിട്ടാ, ഇതിനേക്കാൾ കുറച്ചുകൂടി പെരുത്തല്ലേ, അല്ല അടിയിലുണ്ട്. ഇനിയും ഇതിന്ന് പോവും. അപ്പം ഇനി ഇതില്ലാണ്ടായി പോവോ? ഇല്ലാണ്ടായി പോവില്ല, ഒരെണ്ണം നിൽക്കും. ഇതാണ്ട് റാണി വിരിയണ്ട, ഞാൻ കണ്ണാടി എടുത്തില്ല, കണ്ണാടി എടുക്കാൻ വിട്ടുപോയി. ഇത് റാണിയായിട്ട് വരേണ്ട ഈച്ചയാണിത്. അപ്പൊ ഇതിൽ നിലവിൽ അതിൽ തേനില്ല. ഇതിപ്പോ നിങ്ങൾക്ക് ശല്യം ഉണ്ടോ? ഇല്ല, അത് വേണമെങ്കിൽ നമുക്ക് വേണമെന്നില്ല. അപ്പം അങ്ങനെ നോറ്റ് തേനെടുക്കാൻ ആൾ വന്നപ്പോഴേക്കും തേനീച്ചകൾ തേനും കൊണ്ട് പോയി കഴിഞ്ഞിരുന്നു. പിന്നെ 2-3 ആഴ്ച വന്നാൽ വീണ്ടും തേനുണ്ടാവും. അപ്പോൾ എടുത്ത് ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ഉണക്കിയപ്പോൾ ഇതേപോലെ ആയിട്ടോ, ഒരു 5 ദിവസം അങ്ങനെ ഉണക്കണം. അപ്പം അങ്ങനെ ഞങ്ങളവിടെ വെച്ചു. പിന്നെ അത് മാങ്ങി ഇതൊക്കെ അകത്ത് കൊണ്ടുവച്ചു. പിന്നെ ഞാൻ തുണികളൊക്കെ എടുത്ത് അതും അകത്ത് കൊണ്ടുവച്ചു മടക്കാനായിട്ട്. അപ്പോൾ വലിയൊരു പണിയെന്ന് പറയാനുണ്ടായിരുന്നില്ല, മുറ്റത്തേക്ക് അങ്ങനെ അങ്ങോട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ചേട്ടൻ്റെ ഒരു മാങ്ങ പൊട്ടിക്കുന്നുണ്ടിട്ട് അങ്ങോട്ട് കാണാൻ പോലെയാണ് കേട്ടോ. ഇതൊരു സന്തോഷം കൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ തൃശ്ശൂരായിരുന്നപ്പോൾ ഇതൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഞാൻ കല്യാണം കഴിയണേറ്റ് മുന്നേ ഇതൊന്നും ഒരു പുത്തിരി ആയിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്താ പറയുക, 10-20 കൊല്ലം അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മൾ പുറം ലോകം അറിയാണ്ട് ഇവിടെ വരുമ്പോൾ ആ ഒരു സന്തോഷമുണ്ട്. പക്ഷെ നമ്മൾക്ക് യാത്രകളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വിട്ട് കിടക്കുക വന്നേപ്പിന്. അപ്പോൾ ഇതൊക്കെ മുളക് ഞാൻ വീണ്ടും തൈരിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മിനിമം 5 ദിവസമെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് പിന്നെ നമ്മൾ നന്നായിട്ട് ഉണക്കിയെടുക്കണം. കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. ഇത് ഇത്തിരിയെങ്കിലും അറിയണവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പറ്റിയെങ്കിൽ ഞാൻ ഈ ഒരു ഭാഗം മാത്രം ഷോർട്ട് വീഡിയോ ഇടാം. പക്ഷേ ഞാൻ ഇത് ഫുള്ളായിട്ട് ഇനി ഉണക്കാനൊന്നും നിൽക്കില്ല. കാരണം ഇതാകെ 5-6 പച്ചമുളകല്ലേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് അങ്ങനെ തന്നെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അധികം ഉണങ്ങാണ്ട് വറക്കുമ്പോഴും പിന്നെ വറുത്തില്ലെങ്കിലും ഈ മുളക് ഒരു 5 ദിവസമൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വൈകുന്നേരം നല്ല വറുത്തരച്ച ചിക്കൻ കറിയും അതേപോലെ തന്നെ പുട്ട് കേട്ടോ, നല്ല സോഫ്റ്റ് പാൽപുട്ടാണ് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ അത് റെസിപ്പി വീഡിയോ ആയിട്ട് നമ്മൾ തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്നും പോയി കണ്ടു നോക്കുക കേട്ടോ. അടിപൊളി റെസിപ്പിയാണ്. 2-3 റെസിപ്പി വീഡിയോസുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് എന്താ പറയുക, ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആക്കാൻ പറ്റിയ ഞാൻ എന്നൊക്കെ കാണിക്കുന്നുണ്ടല്ലോ കുറേ സ്ഥലത്ത്. അപ്പോൾ അങ്ങനത്തെ റെസിപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുക്കിംഗ് ഇഷ്ടമുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിക്കോളോ, പുതിയതായിട്ട് വരുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ ചേട്ടൻ എന്തുണ്ടെങ്കിലും ആദ്യത്തെ ടെസ്റ്റർ ചേട്ടനാണ്. അത് ഓക്കെ പറയും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ മാങ്ങ അച്ചാറിടാമെന്ന് വിചാരിച്ചു. ഇതൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. ഇത്തിരി കൂടുതൽ ഒഴിക്കണം എപ്പോഴും. എന്താ വെച്ചാൽ നമ്മൾ വിനാഗിരി ഒഴിക്കണേ ഇല്ല. വിനാഗിരി ഒഴിക്കണവർക്ക് ഇത്തിരി എണ്ണ കുറവ് ഉപയോഗിക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുക മിക്കവാറും. പിന്നെ അതല്ല, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നീളത്തിൽ അരിഞ്ഞിട്ട് അങ്ങനെ വഴറ്റിയെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടി ആ ചാറിനൊക്കെ നല്ല ടേസ്റ്റ് തോന്നുന്നത് ഇങ്ങനെയാണ് കേട്ടോ.
പിന്നെ അതിലേക്ക് പച്ചമുളകാണ് ഞാൻ അരിഞ്ഞിടുക. ചിലർ വറ്റൽമുളക് പൊട്ടിച്ചിടും. ഏതായാലും കുഴപ്പമില്ല. ഞാൻ കൂടുതലും പച്ചമുളക് ഇടുക. അതിൻ്റെ ആ ഒരു നിറം മാറണ വരെ നമ്മൾ വഴറ്റിയെടുക്കണം. അപ്പോൾ അതായത് വാടി അതിൻ്റെ ഉപ്പും വെള്ളമൊക്കെ ഇതേപോലെ ആയിട്ട് നല്ല സ്മെല്ലാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് മാങ്ങ അങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. അപ്പോൾ അതാ ഇതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞു, നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇടേണ്ടത്. എരിവുള്ള മുളക് പൊടി ഇടണം എന്നുള്ളവർക്ക് ഇടാം. ഞാൻ പക്ഷേ കൂടുതലും കാശ്മീരി തന്നെയാണ് ഉപയോഗിക്കുക. അധികം അങ്ങോട്ട് എരിവ് ഉപയോഗിക്കേണ്ട വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഫുഡിലൊക്കെ എരിവ് കുറച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂത്താൽ നല്ലതാണ്. മൂത്തില്ലെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു. ആ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കാനും കൂടി വെയിറ്റ് ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വിനാഗിരി ഒഴിക്കണവർക്ക് ഒഴിക്കാം. പിന്നെ ഒടുക്കാത്ത പുളിയാണ് കേട്ടോ മാങ്ങ. ഇപ്പോൾ ഈ സമയത്ത് ഇനി അതിൽ വിനാഗിരിയും കൂടി ഒഴിക്കേണ്ട ഒരാവശ്യവും ഇല്ല. തീ ഓഫ് ചെയ്തതിന് ശേഷം ഈ മാങ്ങ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ മാങ്ങ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് പൊടികളാണ്. അപ്പോൾ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതേപോലെ തന്നെ കടുകും, ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് കേട്ടോ. ഉലുവ കുറവും കടുക് കൂടുതലും, അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ഞാനിന്ന് ചേർത്തത് എളുപ്പത്തിന് വേണ്ടിയിട്ട്. കട്ടക്കായാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് സൗകര്യമുള്ളവരത് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ അച്ചാർ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോലില്ലോ. ഇനി നാളെ രാവിലെ 9 മണിക്ക് വരാം. ഓക്കെ, ബൈ.